ഹായ്, നമസ്കാരം. ഞാനിപ്പം കണ്ണൂരിലാണ്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വളരെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് ലെജൻഡുകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, രണ്ട് സഖാക്കൾ, സഖാവ് EMSഉം സഖാവ് EK നായനാർ സാറും. രണ്ടുപേരും എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ തലയുടെ മുകളിൽ അവരുടെ ഫോട്ടോകൾ കാണാം. അവരുടെ മുമ്പിലിരുന്ന് എൻ്റെ അടുത്ത ചാരിറ്റി പറയുന്നു. പത്മശ്രീ ഡോക്ടർ MA യൂസുഫ് അലി സാറ് ഈ 2026 തന്ന 1,00,000 രൂപയിൽ നിങ്ങൾ കണ്ടു കാണും. അത് കിട്ടിയെന്ന് പറഞ്ഞ് ന്യൂസ് ഇട്ടപ്പോൾ തന്നെ ഫേസ്ബുക്കിലൂടെ കുറേ പേര് അത് പലരും ആവശ്യപ്പെട്ടിരുന്നു. നേരെ ചൊവ്വേ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ നോക്കാതെ തന്നെ അതിൽ റിലയബിൾ ആണെന്ന് തോന്നിയ കുറച്ച് പേർക്ക് GPayയിലൂടെ അയച്ചു കൊടുത്തു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് 28,500 രൂപയാണ് അതുവഴിക്ക് അയച്ചു കൊടുത്തത്. കൂടാതെ 2 വൃദ്ധസദനങ്ങളിൽ, തിരുവനന്തപുരത്തെ ഒരു വൃദ്ധസദനത്തിൽ 15,000 രൂപയും അതുപോലെ ആലുവയിലെ ഒരു വൃദ്ധസദനത്തിൽ 10,000 രൂപയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 28,500ഉം 25,000 കൂടെ ചേർത്ത് 53,500 രൂപ അത് ചിലവായി കഴിഞ്ഞു. ഇനിയുള്ളത് 46,500. ഞാൻ കണക്കിന് വളരെ ബാക്കിലാണ്, തെറ്റാണെങ്കിൽ പറയണേ. 46,500 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 46,500-ൽ കുറച്ച് പൈസയും കൂടെ ഞാൻ ഇട്ടുകൊണ്ട് അത് 50,000 ആക്കി റൗണ്ട് ചെയ്തുകൊണ്ട് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു. അതെന്ന് പറയുന്നത് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് ഡയാലിസിസിനാണ്. അതിന് ഒരാഴ്ചയിൽ 2-3 ഡയാലിസിസ് നടത്തുന്നവരുണ്ടെങ്കിൽ 1,500 രൂപ വെച്ച് 4,500 രൂപയാകുമ്പം ഒരു 3 ഡയാലിസിസിന് പറ്റത്തുള്ളൂ. അപ്പോൾ അത് 10 കുട്ടികൾക്ക് 5,000 രൂപ വെച്ച് 50,000 രൂപയുടെ ഒരു അനൗൺസ്മെൻറ്റാണ് ഇപ്പം നടത്തുന്നത്. അതിന് കുട്ടികളില്ല എങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ളതായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിനായിട്ട് നമുക്ക് വേണ്ട, കാരണം 10 കുട്ടികൾക്ക് 5,000 വെച്ച് 50,000 കൊടുക്കാം എന്നാണ് ഇപ്പം അനൗൺസ് ചെയ്യുന്നത്. ഇപ്പം ഗവൺമെൻറ് സ്കൂളുകൾ 1ാം സ്ഥാനം, 2ാം സ്ഥാനം എയ്ഡഡ് സ്കൂളുകൾ, 3 CBSE സ്കൂളുകൾ പരിഗണിക്കണ്ടേ. അപ്പോൾ ആ തലത്തിലായിരിക്കും ഇതിന് വേണ്ടത്. ഈ കുട്ടി ഡയാലിസിസിന് വിധേയമായി, ഈ കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാണോ പഠിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണ് കേട്ടോ, ഏത് സ്കൂളിലാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിലെ HMൻ്റെയോ പ്രിൻസിപ്പലിൻ്റെയോ ഒരു സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും സാമ്പത്തികമായി പിന്നോക്കമാണെന്ന് കാണിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. 2, ഏത് ആശുപത്രിയിൽ, ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പേപ്പറുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി, ആ ഡീറ്റെയിൽസ്, വിശദമായ അപേക്ഷ ഒരു വെള്ള പേപ്പറിൽ ഡീറ്റെയിൽസ് എഴുതി ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൃത്യമായിട്ട് എഴുതുക. പിന്നെ ആ കുട്ടിയുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി, ഫ്രണ്ട് പേജ് ഡീറ്റെയിൽസ് എല്ലാം അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് ആ കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡോക്ടർ രജിത് കുമാർ, ഡോക്ടർ രജിത് ഫൗണ്ടേഷൻ, CTRA 46, കിഴുവിലം PO, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഇതിടുന്നത്. ഇപ്പം മെയ് 21 ഇപ്പം ജൂൺ 30 വരെ ഉണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 വരെ. ഐ ലവ് യു ഓൾ. ഞാൻ നിങ്ങളോടൊപ്പം. താങ്ക് യു. ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സ്കൂൾ കുട്ടികൾക്ക് അത് രണ്ടാമതൊരു വീഡിയോ ഇടാം. ഇപ്പം ഡയാലിസിസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് ബാലൻസ് എമൗണ്ട് ഞാൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കുട്ടികൾക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അത് വേറെ വീഡിയോ ഇടാം. താങ്ക് യു. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓർഡിനറി പോസ്റ്റിൽ അയക്കുക. സ്പീഡ് പോസ്റ്റിലോ രജിസ്റ്റേർഡ് പോസ്റ്റിലോ ഒന്നും അയക്കേണ്ട. ഓർഡിനറി പോസ്റ്റിൽ അയച്ചാൽ മതി. ഒരു 5 രൂപ 10 രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. മറക്കാം. താങ്ക് യു.